അദ്ദേഹത്തിന്റെ ജീവിതത്തില് വലിയ പ്രയാസഘട്ടം നേരിട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ ദൈവം ചെയ്തു അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ എന്ത് ചെയ്യും? സൗഖ്യമാക്കുമെന്ന് ഹിസ്കിയാ രാജാവിനോട് പറഞ്ഞതായ ദൈവം നമ്മളെയും എന്ത് ചെയ്യും? തക്ക സമയം നമ്മെയും അനുഗ്രഹിക്കാൻ തക്കവണ്ണം മനസ്സുള്ളവരാണ് നമ്മുടെ ദൈവം. അതിനാല് ദൈവം നമുക്ക് വേണ്ടി തരുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്. വേദത്തിനകത്ത് ദൈവം നമുക്ക് തരുന്ന ചില വാഗ്ദത്തങ്ങൾ, അതിനെ കുറിച്ചാണ് അല്പസമയം നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ദൈവം നമുക്ക് ചില വാഗ്ദത്തങ്ങൾ നൽകുന്നു. എന്താണ് അവയെ ചിന്തിക്കുക? ഇവിടെ സങ്കീർത്തനം 32 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനൊക്കെ സാധിക്കുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. എന്താ പറയുന്നത്? ഞാൻ നിന്റെ മേലെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചനയും. അപ്പോ നാം ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളൊക്കെ ആര് തരും? ദൈവം തരുന്നതാണ്. എന്നാൽ ഈ വഴി വിട്ടു ചെയ്യുന്നു ചാടിപ്പോകും അല്ലേ? ചിലര് ഈ അനുഗ്രഹത്തെ ഉപേക്ഷിച്ച് ചെയ്യുന്നു. ആ പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഞാൻ നിന്നെ ഉപദേശിക്കും. ദൈവത്തിന്റെ ഉപദേശം കേൾക്കാൻ തക്കണം ആർക്കും താല്പര്യമില്ല അല്ലേ? ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട, നീ എങ്ങനെയൊക്കെ സഞ്ചരിക്കണം എന്നുള്ളത്, അതായത് എങ്ങനെയൊക്കെ നീ ജീവിക്കണം എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും? കാണിച്ചു തരും അല്ലെ? കാണിച്ചു തരും. ഞാൻ നിന്നെ ദൃഷ്ടി വെച്ച് നിനക്ക് നല്ല നല്ല ആലോചന എന്ത് ചെയ്യും? പറഞ്ഞു തരും. ഈ ആലോചന പ്രകാരം നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ വഴിക്ക് യാതൊരു തടസ്സവും യാതൊരു പ്രയാസവും നമ്മുടെ വഴികൾക്കും നമ്മുടെ ജീവിതത്തിനും സംഭവിക്കാതിരിക്കും. ദൈവിക ആലോചന പ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. ദൈവികമായിട്ടുള്ളതായ ആലോചന പ്രകാരമാണോ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്? അങ്ങനെയാകുമെങ്കിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നീ നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് നല്ല നല്ല ആലോചനകൾ പറഞ്ഞു തരും. പറഞ്ഞു തരുമ്പോൾ ആ ആലോചനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതോണം നമുക്ക് സാധിക്കണം. നല്ല നല്ല ആലോചനകൾ പറഞ്ഞു തരുവാനൊക്കെ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷേ നാം അത് കേട്ട് അനുസരിച്ച് അതിന് തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നുവെങ്കിൽ ധാരാളം നമ്മളെ പ്രാർത്ഥിച്ചെടുക്കാൻ സാധിക്കും, നമുക്ക് സാധിക്കും. മറിച്ച് ആ ആലോചനകൾ ദൈവം കേൾപ്പിക്കുമ്പോൾ നമ്മൾ വേറെ വഴിക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം ഉണ്ടാകും. സദൃശ്യവാക്യങ്ങൾ നമ്മൾ 14-15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എങ്ങനെ വായിക്കാൻ സാധിക്കുന്നു? എന്താ പറയുന്നറിയാമോ? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും അല്ലെ? എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ സഞ്ചരിക്കുന്നതാണ് ശരി, ഞാൻ കാണിക്കുന്നതാണ് ശരി, ഞാൻ സംസാരിക്കുന്നതാണ് ശരി, എല്ലാം ഞാൻ പറയുന്നതാണ് ശരി എന്ന് വായിച്ചില്ല അല്ലേ? എല്ലാം ശരി 100 മാർക്ക്. വേറെ ആരെന്ത് പറഞ്ഞാണ് അത് തെറ്റാണ് എന്നുള്ളതായ ചിന്ത. അവിടെ പറഞ്ഞെങ്ങനെയാണ്? ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, ശരിയാണെന്ന് തോന്നും അല്ലേ? എന്നാൽ അതിന്റെ അവസാനമോ മരണവഴി. നിനക്ക് ചൊവ്വായി തോന്നുന്നതിന്റെ അവസാനം എന്തായിരിക്കും? മരണവഴി, നാശത്തിന്റെ വഴിയായിരിക്കും. ചില ആളുകൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നു. മറ്റാരും പറയുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നില്ല, അവർ ചെവിക്കൊള്ളത്തില്ല. എന്ന് വെച്ചാൽ അവരെ ചെയ്യുന്നതാണ് ശരി, അവരെ സംസാരിക്കുന്നതാണ് ശരി, അവരെ സഞ്ചരിക്കുന്നതാണ് ശരി, എല്ലാം അവരാണ് ശരി. പക്ഷേ നീ തെരഞ്ഞെടുക്കുന്നതിന്റെ അവസാനം എന്താണ്? അത് മരണ വഴികൾ എന്നാണ് ദൈവത്തിന് പറയുന്നത്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രയെന്നാണ് വേദം പഠിപ്പിക്കുന്നത്. ഇത് പറഞ്ഞതാരാണ്? സലോമോൻ. ജ്ഞാനിയോട് ചേർന്ന് അല്ലേ? ഇത് പറഞ്ഞത് സലോമോനാണ്. പിന്നെ അദ്ദേഹം ജ്ഞാനിയോട് ചേർന്ന കാര്യം എന്താ? ഈ ജ്ഞാനം ആര് നൽകിയതാണ്? ദൈവം സലോമോൻ നൽകിയതാണ്. ഇത്രയും വലിയൊരു ജ്ഞാനി ഈ ലോകത്തില് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനുശേഷം അല്ലേ? സലോമോന് ശേഷം ഇത്രയും ജ്ഞാനമുള്ളതായ ഒരു വ്യക്തി ഈ ഭൂമുഖത്തെ പിന്നെ കാണാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത്രമാത്രം ജ്ഞാനം ദൈവം നൽകി അനുഗ്രഹിച്ചു. കാര്യം എന്താ?
ശലോമോൻ ദൈവിക വഴികളിലൂടെ സഞ്ചരിച്ചതായ വ്യക്തിയായതുകൊണ്ട്. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ വലതോട്ടോ ഇടതോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇത് നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അതാണ് പറയുന്നത്. ദൈവിക ആലോചന പ്രകാരം നടക്കുന്നതായ ഒരു വ്യക്തി അവൻ ആ ആലോചന പ്രകാരം നടക്കുമ്പോൾ അതിന്റെ അവസാനം മരണവഴികളാകുന്നു എങ്കിൽ ഉടനെ ഒരു ശബ്ദം നിനക്ക് കേൾക്കും. എന്താ പറയുന്നത്? വഴി അതല്ല, വഴി നീ പോകുന്നതല്ല, മാറിക്കൊള്ളണം എന്ന് ശബ്ദം കേൾക്കാൻ ഇടയായിത്തീരും. പിറകിൽ നിന്ന് കേൾപ്പാൻ ഇടയായിത്തീരുന്നാണ് പറയുന്നത്. അപ്പോ ആ ദൈവിക ആലോചനകൾ കേൾപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആ ആലോചനയ്ക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നതക്കവണ്ണം നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ. അല്ലേ? ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്നതായ ഒരു വ്യക്തി നാശത്തിലേക്ക് പോകുന്നു എന്ന് ദൈവം കാണുമ്പോൾ വഴി അതല്ല, വഴി ഇതാകുന്നു എന്ത് ചെയ്യും? പിറകിൽ നിന്ന് കേൾക്കുവാൻ ഇടയായിത്തീരും. അത് ആര് പറയുന്നതാണ്? ദൈവം നിനക്ക് കാണിച്ചു തരുന്നതാണ്. ഇല്ല, ഞാൻ ആ വഴി പോകില്ല, ഞാൻ ഈ വഴി തന്നെ ചെയ്യും പോകും എന്ന് കാണുമ്പോൾ അതിന്റെ അവസാനം എന്തായിരിക്കും? മരണ വഴികളായിരിക്കും, നാശത്തിന്റെ വഴികളായിരിക്കും. അല്ലേ? അതിന് ഉത്തരവാദി ആര് തന്നെയായിരിക്കും? നീ തന്നെയായിരിക്കും. നല്ലത് കാണിച്ചു തന്നാലും ചെയ്യുന്നില്ല, ആ വഴിയിലൂടെ നീ സഞ്ചരിക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് വലിയ ആപത്തുകള്, അനർത്ഥങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇടയായിത്തീരുന്ന ദൈവത്തിന് വചനം പറയുകയാണ്. സങ്കീർത്തനം 50-ന്റെ 15-ാമത്തെ വാക്യം വായിച്ചേ നിങ്ങൾ തന്നെ. എന്താ പറയുന്നത്? സങ്കീർത്തനങ്ങള് 50-ന്റെ 15-ാമത്തെ വാക്യം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നോക്കണം, ദൈവം നമുക്ക് തരുന്നതായ ചില ആലോചനകൾ ഈ വായിച്ചു കേട്ടതായ ഭാഗങ്ങളൊക്കെ ദൈവം നമുക്ക് തരുന്നതായ ചില ആലോചനകളാണ്. ഇത് നമുക്കും എന്ത് ചെയ്യാം? പിന്തുടരാം ഈ പാതകളെ. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും, വിജയത്തിനുണ്ടാകും. പറയുന്നത് കഷ്ടകാലം വരുമ്പോൾ എന്നെ നീ വിളിച്ചപേക്ഷിക്കുക. ദൈവം തരുന്നതായ ചില നുറുങ്ങുവാക്യങ്ങളാണ് ഇവയൊക്കെ. അല്ലേ? ഇത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതിനൊന്നിട്ട് വായിക്കുക. നിനക്ക് അതിനനുസരിച്ചുള്ള അനുഗ്രഹം ദൈവം പ്രദാനം ചെയ്യും. കഷ്ടകാലത്തിൽ നീ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഏത് പ്രയാസത്തിലായിരിക്കുന്നുവോ നീ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്നെ അതിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം ഞാൻ ശക്തനാണ്. അല്ലേ? മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യനിൽ ആശ്രയം ഇതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് നിനക്ക് കഷ്ടങ്ങള്, നിനക്ക് പ്രയാസങ്ങള്, ഭാരങ്ങളൊക്കെ നേരിടുമ്പോൾ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ നിശ്ചയമായും നിന്നെ അതിൽ നിന്നൊക്കെ വിടുവിക്കുന്നതോളം ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷേ നീ ദൈവത്തെ അറിയണം. സങ്കീർത്തനക്കാരൻ വീണ്ടും പറയുകയാണ്, 107-ാമത്തെ വാക്യം പറയുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ചെയ്തു. അപ്പൊ കഷ്ടങ്ങൾ വരുമ്പോൾ നാം ആരെ വിളിച്ചപേക്ഷിക്കണം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവർ തങ്ങളുടെ കഷ്ടതകളില് പ്രയാസങ്ങളില് അല്ലേ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ചെയ്തു വിടുവിച്ചു. കാര്യം നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത്, നമ്മൾ പ്രയാസം അനുഭവിക്കുന്നത്, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുവാൻ ആരാഗ്രഹിക്കുന്നില്ല? ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളതായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അല്ലേ? നാം കഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്നതായ ഒരു ദൈവം, നിങ്ങളുടേതായ കണ്ണുനീര് മാനിക്കുന്നതായ ഒരു ദൈവം, നിങ്ങളുടെ കഷ്ടതകളിൽ കൂട്ടായിരിക്കുന്നതായ ഒരു ദൈവം, അതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്താണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. ആ ദൈവത്തിൽ ആശ്രയം വെച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. 30-ന്റെ 19-ാമത്തെ വാക്യം വായിക്കും. യെശയ്യാവിന്റെ പുസ്തകം 30-ന്റെ 19-ാമത്തെ വാക്യം വായിക്കും. അവിടെ പറയുന്നു, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിൽ നിങ്ങൾ നിലവിളിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ നിലവിളിക്കുമ്പോൾ ആ ശബ്ദം ദൈവം കേൾക്കുമ്പോൾ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും.
ദൈവത്തിന്റെ ജനം അവൻ നിലവിളിക്കുമ്പോൾ അവൻ എന്തിനു വേണ്ടി നിലവിളിക്കുമെന്ന് അറിയുന്നതായ അന്വേഷിക്കുന്നതായ ഒരു ദൈവം. നമ്മുടെ ഈ മൈക്കിലെന്താ പറ്റുക? ശബ്ദങ്ങൾ അല്ലെ? അപ്പോ നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ട് നിങ്ങളുടെയും നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കുന്ന വാക്ക് അല്ലെ, നിശ്ചയമായിട്ടും നിങ്ങളോട് കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യും? കേട്ടോണേ, നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവൻ ഉത്തരമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം സ്നേഹിക്കുന്നതായ ഒരു ദൈവം വേറെ ഇല്ല എന്നതാണ് സത്യം. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കല് അവന് നിശ്ചയമായിട്ട് തോന്നും, കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യും? നോക്കണം, ഇങ്ങനെ ഒരു ദൈവം, ഇത്തരത്തിലുള്ളതായ ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളത്. നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആർക്ക് കരുണ തോന്നും? നമ്മുടെ ദൈവത്തിന് കരുണ തോന്നും. അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നതായ ഒരു ദൈവത്തെ ഉപേക്ഷിച്ചുള്ളതായ ഒരു ജീവൻ നയിക്കുവാൻ ഒരിക്കലും ഇടവരുത് അല്ലേ? നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കരുണ തോന്നും. നിശ്ചയമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെയുള്ളതായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറയുന്നത്, ദേശത്തിന്റെ വിളിച്ചു പറയുന്നത് അങ്ങനെയുള്ളതായ ഒരു ദൈവത്തെ ആരാധിക്കണമെന്നാണ്. നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കരുണ തോന്നുന്നതായ ഒരു ദൈവം, ആ ദൈവത്തെ മതിയല്ലേ നമുക്ക് വേണ്ടത്? ആ ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. ഏത് ആവശ്യത്തെ ഓർത്തും ദൈവത്തോട് നിലവിളിക്കാം. ഏത് ആവശ്യവും, നിങ്ങളുടെ ഏത് ആവശ്യത്തെയും മാനിക്കുന്ന ഒരു ദൈവം, അതാണ് നമ്മുടെ ദൈവം. ധൈര്യമായിട്ട് ദൈവത്തോട് നിലവിളിക്കാം. കണ്ണുനീരോട് നിങ്ങൾ യാചിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും, ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ഇന്ന് നമ്മുടെ വിഷയം അതാണ്. ദൈവം നമുക്ക് നൽകുന്നതായ വാഗ്ദത്തങ്ങൾ. ഈ വാഗ്ദത്തം നമുക്കുണ്ടോ എങ്കിൽ നാം ഒന്നിനെ ഓർത്തുന്നില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ടതായ കാര്യം ഇല്ല എന്ന് നമുക്കാണ് നമുക്ക് സാധിക്കുന്നത്. ഇനി യെശയ്യാവിന്റെ പുസ്തകം 41-10 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നതാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവം ആകും, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ ചെയ്യും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ ചെയ്യും. ഏത് ദൈവം പറയുന്നു? ദൈവത്തെ കൊണ്ട് മനുഷ്യൻ ബോധ്യപ്പെടുത്തുകയാണ്. ഏത് ദൈവം ഇങ്ങനെ ഒരു കാര്യം പറയുന്നു? ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് പറയുന്ന ഏത് ദൈവം? പ്രിയമുള്ള ദൈവത്തിന്റെ ചേർന്ന് നമ്മളോട് കൂടെ ഇരിക്കുന്നതായ ദൈവം, നമ്മളോട് കൂടെ പോരുന്നതായ ഒരു ദൈവം, നമ്മളെ സഹായിക്കുന്നതായ ഒരു ദൈവം, നമ്മളെ സംരക്ഷിക്കുന്നതായ ഒരു ദൈവം, ഇതല്ലാതെ മറ്റാരും നമ്മളൊന്ന് ഓർത്തോ. അതുകൊണ്ട് ഒന്നിനെ ഓർത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടുന്നതായ കാര്യമില്ല എന്ന് ദൈവത്തിന്റെ വചനം തീരുന്നു. നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കാം. ഒന്നിനെ ഓർത്ത് ഭാരപ്പെടില്ല. നിങ്ങൾ പേർവും ധൈര്യവും ഉറപ്പുള്ളതായിരിക്കണം. അത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 42-7 വാക്യം വായിക്കുമ്പോൾ, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, അല്ലേ? ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. എങ്ങനെ പറഞ്ഞിരിക്കുന്നത്? യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. നീതിയോടെ ഞാൻ വിളിച്ചിരിക്കുകയാണ്. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. ദൈവത്തിന്റെ കരം നമ്മുടെ കരങ്ങളിൽ ഉള്ളൂ എങ്കിൽ നാം ഒന്നിനെ ഓർത്തും ഭാരപ്പെടേണ്ട കാര്യമില്ല, അല്ലേ? ദൈവിക കരം ഏത് അവസ്ഥയിലും ഏത് പ്രയാസത്തിലും നമ്മളോട് കൂടെയുണ്ട് എങ്കിൽ നാം ഒന്നിനെ ഓർത്തും ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്. എന്താ? യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് ഞാൻ നിന്റെ കൈ പിടിച്ചു നിന്നെ കാക്കും.
നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. നിനക്കൊരു ആപത്തും വരാതെ, നിനക്കൊരു അനർത്ഥവും വരാതെ, നിനക്കൊരു ദോഷവും സംഭവിക്കാതെ ഞാൻ എന്ത് ചെയ്യും? ആക്കുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും നമ്മൾ അധൈര്യപ്പെട്ടു പോകരുത്, ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. നിരാശപ്പെട്ടു വരുന്ന ആരാണ്? നീ ദൈവത്തെ അറിയാതെ നിരാശ കൊണ്ട് ഒരു മൂലക്കിരിക്കണം എന്നാഗ്രഹിക്കുന്ന ആരാണ്? സാത്താനാണ്. നിരാശ. ചില ആളുകള് ചില കാര്യങ്ങൾ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ചിന്തയിൽ നിരാശ കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്, അല്ലേ? അത് കൊണ്ടുവരുന്ന ആരാ? പിശാചാണ് കൊണ്ടുവരുന്നത്. നീ നിരാശപ്പെട്ടിരിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ധൈര്യത്തോടെ ഉറപ്പോടെ ഇരിക്കുന്നത് കാണുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിരാശ കൊണ്ടുവരുന്നതായ പിശാചിനോട് സലാം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നീ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവത്തിന് വേണ്ടി ചെയ്യും. നിനക്ക് അനുവദിച്ചു തന്നിരിക്കുന്നതായ ഒരു സമയമുണ്ട് ദൈവത്തിന്. എല്ലാ മനുഷ്യർക്കും അവൻ ഇത്ര സമയം ഈ ലോകത്തിൽ ജീവിക്കണമെന്ന് ദൈവത്തിന് വ്യക്തമായ കണക്കുണ്ട്. അത്രയും സമയം നമ്മൾ ജീവിച്ചേ മതിയാകും. നമ്മൾ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയായിരിക്കണം? ക്രിസ്തുവിന് വേണ്ടി. മരിക്കുന്നത് ആർക്ക് വേണ്ടിയായിരിക്കണം? ക്രിസ്തുവിന് വേണ്ടി. ജീവിക്കുന്നു മരിക്കുന്നു ക്രിസ്തുവിന് വേണ്ടി. അതുകൊണ്ട് ഒരിക്കലും ഒന്നിനെ ഓർത്തും നിരാശപ്പെടുന്ന കാര്യമില്ല. ഇവിടെ നിനക്ക് അനുഭവിച്ചതായ നീ അനുഭവിച്ച നഷ്ടങ്ങളൊന്നും നീ വന്നപ്പോൾ കൊണ്ടുവന്നതല്ല, ആണോ? നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉണ്ടായ കഷ്ടങ്ങള് ഒന്നും നാം കൊണ്ടുവന്നതല്ല. അത് നിനക്കറിയുന്നതാണ്. കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം അറിയുന്നതാണ്. ദൈവം തന്നതാണ്. എല്ലാം നമ്മൾ സ്വീകരിക്കാൻ ബാധിച്ച, അല്ലേ? യോബ് എന്ന് പറഞ്ഞ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ നഷ്ടങ്ങള് യോബിനെ സംബന്ധിച്ചപ്പോൾ യോബ് എന്താ പറഞ്ഞത്? യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം അതായിരിക്കും നമ്മുടെയും വാക്ക്, അതായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും വാക്ക്. നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. നിരാശ വരുമ്പോൾ നമ്മൾ ഓർക്കണം, എന്റെ നിരാശയ്ക്ക് കാരണം ഇന്നതാണ്. അതെനിക്ക് തന്നതാരാണ്? അത് ദൈവമാണ്. ഒന്നിനെ ഓർത്ത് നിരാശപ്പെട്ട കാര്യമില്ല. എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക. സന്തോഷത്തോടെ ചെയ്യണം, എന്നിട്ട് ജീവിച്ചുകൊള്ളാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആയതിനാല് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുവാനാണ് പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നത്. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത് അറിയാമോ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എബ്രായരുടെ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം എന്താ? ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഞാൻ നിന്നിട്ടില്ല, ഉപേക്ഷിക്കില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല. നീ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുമെങ്കിൽ നിന്നെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കില്ല. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് തീർന്നു നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പാട്ടുകാരൻ പാടി. എന്താ പാടിയത്? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഒരു നാളും മറക്കാത്തായ വ്യക്തി, അല്ലേ? ഒരു നാളും കൈവിടാത്തതായ ഒരു ദൈവം, ഒരു നാളും ഉപേക്ഷിക്കാത്തതായ ഒരു ദൈവം. ആ ദൈവം നിന്നെ വിളിച്ച് ഇരിക്കുന്നു എങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് ഓർക്കണം. ഒരിക്കലും കൈവിടാത്ത ദൈവത്തിനെ വിളിച്ചിരിക്കുന്നു എങ്കിൽ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് മനസ്സിലാക്കണം. ആ പദ്ധതി എന്ത് ചെയ്യണം? സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം, അല്ലേ? സന്തോഷത്തോടെ സ്വീകരിക്കണം. നിരാശ ഉപേക്ഷിക്കണം. എന്നിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ എളിമയോടെ ജീവിക്കാൻ വേണ്ടി സാധിക്കും. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ 59-ാം അധ്യായം അതിന്റെ 1-2 വാക്യം ഇങ്ങനെ പറയുന്നു. നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ നീട്ടില്ല, കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെ നിങ്ങളുടെ ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രക്ഷിക്കാൻ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല, അല്ലേ? നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷേ അവിടെ ഒരു അകർച്ചയ്ക്ക് കാരണം എന്താണ്?
നിങ്ങളുടെ പാപം. ആ പാപത്തെ എന്ത് ചെയ്യണം? ദൈവത്തോട് ഏറ്റുപറയണം, അനുദമിക്കണം, പശ്ചാത്തപിക്കണം, എന്നിട്ട് സന്തോഷമുള്ളവരായി ജീവിക്കണം. ഒന്നിനെ ഓർത്ത് നിരാശപ്പെടാതെ എന്ത് ചെയ്യണം? സന്തോഷത്തോട് ജീവിക്കാൻ ഗുണം നിങ്ങൾക്ക് സാധിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നോക്കണേ, എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മറക്കും എന്നാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് എന്താ? 49:15 വാക്യം. 49:15 ഒന്ന് വായിച്ചേ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. യെശയ്യാവ് 49:15 വാക്യം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യില് വരച്ചിരിക്കും. നോക്കണം, അത്രമാത്രം ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, അതിനേക്കാളും വലുതായിട്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആരും ചെയ്യരുത്, മറന്നു പോകരുത്. അല്ലേ? ഇങ്ങനെ പറയുന്ന എത്ര ദൈവമുണ്ട് ഞാൻ കേട്ടിട്ടില്ല, അല്ലേ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. വളരെ വ്യക്തമായിട്ട് പറയുക, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ എന്നുള്ള ഒരിക്കലും മറക്കില്ല. ആ കുഞ്ഞ് മുതിർന്ന് നമ്മളെ ശിക്ഷിക്കാൻ ആയാലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, എന്നെ മറക്കത്തില്ല. ഒരു കുഞ്ഞ് വളർന്നു അത് നീന്നു നമ്മെ തിരിച്ച് ശിക്ഷിക്കുന്ന ഒരു കാലമുണ്ട് ഇപ്പൊ. എങ്കിലും ആ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അതിനേക്കാൾ ഉപരിയാണ് ആര് സ്നേഹിക്കുന്നത്? നമ്മെ സ്നേഹിക്കുന്നു നോക്കണം. അതുകൊണ്ട് ഈ ദൈവത്തെ ഒരിക്കലും ഉപേക്ഷിക്കാതെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദൈവം കുറിക്കുന്ന ഈ ശ്വാസം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? ആ ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറണം. ഇനി വരും കാലഘട്ടത്തിൽ വലിയ കഷ്ടങ്ങളിലൂടെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരിക്കലും ഈ ദൈവത്തെ ഉപേക്ഷിച്ച് ചെയ്യുന്ന നയിപ്പാൻ ഒരിക്കലും ഇട വരരുത്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതായ ഒരു ദൈവം, അല്ലെ? നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ നിങ്ങളോട് കൂടെ വന്നിരുന്ന് അമ്മ ആശ്വസിക്കുന്നില്ലേ? കുഞ്ഞുങ്ങളെ ആശ്വസിക്കുന്നില്ലേ? അതുപോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. എന്താ? 66:1 യെശയ്യാവ് 66 വാക്യം വായിച്ചു നോക്കിയേ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ. 66:1 യെശയ്യാവ് 66:1 നിങ്ങൾ എനിക്ക് പഠിക്കുന്ന ആലയം ഏതുവിധ, എന്റെ വിശ്രാമ സ്ഥലവും ഏത്, എന്റെ കൈ ഇതൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇതൊക്കെ ഉളവായി എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നാല് നമ്മളെ അമ്മ, അങ്ങനെ ഒരു വാക്യമുണ്ട്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. എങ്ങനെയാ? ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മ അതിനെന്ത് ചെയ്യും? മാറോട് ചേർത്തിട്ടിട്ട് അതിന്റെ തോളിലൊന്ന് തട്ടുമ്പോഴത്തേയും ആ കുഞ്ഞ് താനെന്ത് ചെയ്യും? ആശ്വസിക്കും, അല്ലേ? അതുപോലെ നമ്മളെ ആശ്വസിപ്പിക്കാനുള്ളൊരു വാക്യമുണ്ട്. അത് കേരളം ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയമുള്ളത്. ആ ദൈവത്തെ ഉപേക്ഷിച്ച് ഒരിക്കലും ഒരു ജീവൻ നയിപ്പാൻ എന്ത് ചെയ്യരുത്, ഇടവരരുത്. ഞാൻ നിന്റെ മുറിവുകളെ പൂർപ്പിച്ച് നിനക്ക് നീയും ആരോഗ്യം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 30:17 വാക്യം പറയുകയാണ്. എന്താ? ഞാൻ നിന്റെ മുറിവുകളെ പൂർപ്പിച്ച് നിനക്ക് ആശ്വാസം നീയും വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ള ദൈവത്തിന്റെ ജനമേ, ഇത്രയും നേരം നമ്മൾ കേട്ടത് ദൈവം നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളാണ്. നമുക്ക് ഈ പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് ഈ വാക്യങ്ങള് നമുക്കൊരു അനുഗ്രഹമായിരിക്കും, നമുക്കൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? കുറിച്ച് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളില് ഏത് പ്രയാസത്തെയാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, ആ സമയം ഈ വാക്യം വായിക്കണം. അത് നിങ്ങൾക്ക് ആശ്വാസം തരും. 66:13 അവിടെ എന്താ പറയുന്നത്? അമ്മ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞു. അമ്മ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം.
ഞാൻ പറയുന്നത് അറിയാം. അതുപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവപര്യന്തം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി ആ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രമീകരിക്കണം. അതിനനുസരിച്ച് എന്ത് ചെയ്യും? ദൈവം നിങ്ങൾക്ക് നല്ല നല്ല ആലോചന എന്ത് ചെയ്യും? പറഞ്ഞു തീരുമാനത്തിലായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവത്തിന്റെ ജനം, എന്നെ കേട്ടതായ പ്രിയമുള്ളവരെ, ഈ വാക്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ സംഭരിച്ചിട്ടുണ്ട്. തുടർന്നുള്ളതായ നാളുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ എളിമയോടെ ജീവിച്ച് ദൈവത്തിന് മഹത്വം നൽകുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.